വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ബേസൻ കാ ചില ആണ്. കടലമാവ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ദോശയാണ്. ഇത് വേഗം നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റും വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. ഇതിനു വേണ്ടി വേണ്ട ഒരു സവോള, ഒരു പച്ചമുളക്, ഒരു ടൊമാറ്റോ, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് 10 തൊട്ട് 12 കറിവേപ്പില, അര ക്യാപ്സിക്കം, 2-3 ടേബിൾ സ്പൂൺ മല്ലിയില. ഈ 2 കപ്പ് കടലമാവ് ഒരു 200 ഗ്രാം ഉണ്ടാവും. ഇത് അതിലേക്ക് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ചേർക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് സ്പൈസസും കൂടെ ആവശ്യമുണ്ട്. അതാ ഒരു അര ടീസ്പൂൺ ഉപ്പ്, ഒരു 2 കിലോ ഓമം അജ്വൈൻ, അര ടീസ്പൂൺ ജീരകപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് കായം. ഈ സ്പൈസസും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് വെള്ളമാണ്. ആദ്യം 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒരു കട്ടയൊന്നും ഇല്ലാതെ ഒരു സ്മൂത്ത് ബാറ്റർ ഉണ്ടാക്കണം നമ്മൾ. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം നമ്മൾ കുറച്ചായിട്ടേ ഒഴിക്കുള്ളൂ. നല്ലോണം ഒരു കട്ടയും ഇല്ലാതെ നമ്മൾ ദോശ പോലെ ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കുക. ഇത് നമുക്ക് വേഗം ചെയ്ത് വെച്ച് തലേ ദിവസം അരയ്ക്കാതെയും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയോ വൈകുന്നേരം 4 മണിക്ക് ചായയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ഡിഷാണ്. ഹെൽത്തിയാണ്. വെയ്റ്റ് ലോസിനും വേണ്ടി വളരെ നല്ലൊരു ഡിഷാണ്. ഇനി ഒരു ദോശക്കല്ല് ഓർ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ 2 തവി ആണ് ഒഴിക്കുക ഈ ബാറ്ററിൻ്റെ. എന്നിട്ട് ദോശ പരത്തുക. ഇത് നമുക്ക് കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് തിന്നായിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ദോശ കുറച്ച് സമയം എടുക്കും കുക്കാവാൻ വേണ്ടി, ഇത്രയും വെജിറ്റബിൾസൊക്കെ ഉള്ള കാരണം. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഹീറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്ത് കരിഞ്ഞ് അകത്ത് കുക്കാവാതിരിക്കും. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, വേണമെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് കുക്ക് ചെയ്യുക നല്ലോണം. ഈ പ്രോട്ടീൻ കുറച്ചും കൂടെ ഇതിലേക്ക് നമ്മൾ കൂട്ടണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഇതെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രേറ്റഡ് പനീരും ഗ്രേറ്റഡ് ചീസും മുകളിലേക്ക് ഇടാം. ഇതെല്ലാ സൈഡിൽ നിന്നും കുറച്ച് നമ്മൾ റിലീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് മറിച്ചിടും. ഇനി കുറച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലോണം 2 സൈഡും കുക്ക് ചെയ്യുക. ഇതൊരു ടേസ്റ്റി ഹെൽത്തി ഓപ്ഷനാണ്. നമുക്ക് രാത്രി ഡിന്നറിന് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഗ്രീൻ ചട്നി, മല്ലിയിലയും പുതിന ചട്നി, അല്ലെങ്കിൽ ഡേറ്റ് ആൻഡ് ടാമറിൻഡ് ചട്നി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ് ആൻഡ് ലെമൺ പിക്കിളോ തൈരോ സോസോ വെറുതെ കഴിക്കാനും നല്ലൊരു ഡിഷാണ്. ഒന്നും കൂടെ മറിച്ചിടുക. നമ്മുടെ ഹെൽത്തി ഹൈ പ്രോട്ടീൻ ദോശ റെഡി. ഇത് നമുക്ക് വേണ്ട ചട്നിയോ ഏതെങ്കിലും സോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.